ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ്. പച്ചമുളക് പായസം. പച്ചമുളക് പായസം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര എരിയായിരിക്കും എന്ന് വിചാരിക്കേണ്ട. മൈൽഡായിട്ടുള്ള ഒരു എരിവേ ഉള്ളൂ. ആ പായസത്തിന് ഒരു ടേസ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു എരിവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയായി തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോറ് കൊണ്ടുള്ള ഒരു പായസം റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ലിങ്ക് കൊണ്ട് കാണുക. ഓണം റെസിപ്പീസിൽ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വിവിധ തരം പായസങ്ങൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണണം. പഴം കൊണ്ടുള്ള പ്രഥമൻ, കടല പ്രഥമൻ, സേമിയ, അങ്ങനെ ചക്ക പ്രഥമൻ, ഒരുപാട് റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മൾ ഈ പായസം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് എരിവുള്ളതായതുകൊണ്ട് നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ കണ്ണിലൊന്നും കൊള്ളാതെയൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ആദ്യം നമുക്ക് ഈ പാലിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് ഒരു 4 പച്ചമുളക് അതിനെ ഒന്ന് കീറി അതിൻ്റെ ഉള്ളിലുള്ള അരി കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഉള്ളിലുള്ള ആ കുരുവിനെ നീക്കിയെടുത്തു. ഇനി നമുക്കിത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 2 കപ്പ് വെള്ളത്തിലാണ് ചവ്വരി വേവിക്കാൻ വെച്ചത്. നമ്മൾ ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേവുമ്പോൾ അതിൻ്റെ പച്ച ഇതൊക്കെ മാറി നല്ല ട്രാൻസ്പാരൻ്റ് ആകും. അപ്പോൾ നമുക്കത് ചവ്വരി വെന്തുവെന്ന് മനസ്സിലാക്കാം. വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് നമ്മൾ കടിച്ച് നോക്കുമ്പോൾ ആ മാവിൻ്റെ ടെക്സ്ചറൊക്കെ മാറി നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ പച്ചമുളകിനെ മിക്സിയിലിട്ട് ഒന്ന് അരച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചിട്ട് അതിനെ നല്ലപോലെ ഒന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 5-6 കാഷ്നട്ട് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു, ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അതേ പാനിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്തത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് പൊടിച്ചത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അതേ പാനിൽ നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് കിസ്മിസ് മാറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന കാഷ്നട്ട് പൗഡർ അതിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത
ചവ്വരി കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ പച്ചമുളക് നമ്മൾ അരച്ചെടുത്തത് ആദ്യം ഞാൻ മുഴുവൻ ഒഴിക്കുന്നില്ല, എരിവ് നോക്കിയതിന് ശേഷം പിന്നെ ഒഴിക്കാം. ഇനി നമുക്ക് ഓൺ ചെയ്ത് ഇതിനെ ഒന്ന് തിളപ്പിക്കാം. ഇനി നമുക്കിതിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിന് കുറച്ച് സമയം ഒന്ന് വഴട്ടാം. അപ്പം ഇനി നമുക്കിതിൽ പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ആവാനായി തിളപ്പിച്ചു. ഇനി നമുക്കിതിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പം ഞാൻ ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ 4-5 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് നിങ്ങളുടെ പാകത്തിന് ചേർത്താൽ മതി. ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത രീതിക്കനുസരിച്ച് ഒരു മൈൽഡായിട്ടുള്ള എരിവേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പായസം ഉണ്ടാക്കി നമ്മൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ഒരല്പം വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.